ഹായ്, അസ്സലാമലൈക്കും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സൈഡിൽ പ്ലീറ്റുള്ള ഒരു ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള കുർത്തിയാണ് തയ്ക്കുന്നത്. നമുക്ക് ആദ്യം യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഷോൾഡർ നമുക്ക് അടയാളപ്പെടുത്തണം. അതിന് സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം വരച്ചു കൊടുക്കുക. എന്നിട്ട് ഷോൾഡർ 7 ഇഞ്ചാണ്, അത് അടയാളപ്പെടുത്താം. ആം ഹോള് 6.5 ഇഞ്ചാണ്. എന്നിട്ട് ഒരു ബോക്സ് പോലെ വരച്ചെടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ചെസ്റ്റ് അടയാളപ്പെടുത്തേണ്ടത് ചെസ്റ്റ് 9.5 ഇഞ്ച് ആണ്. പിന്നെ 1.5 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്താം. നമുക്ക് ലെങ്ത്ത് വേണ്ടത് 13.5 ഇഞ്ചാണ്. അതിലേക്ക് 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൂട്ടിയിട്ട് 14.5 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. വേസ്റ്റ് നമുക്ക് 9 ഇഞ്ചാണ്. പിന്നെ തയ്യൽ തുമ്പ് അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് അവിടെ വരച്ചു കൊടുക്കാം. നമുക്ക് സൈഡിൽ 1 ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഷേപ്പാക്കി വരച്ചു കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് താഴെ ഫ്രണ്ടിൽ പ്ലീറ്റ് എടുക്കേണ്ടതാണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ടിൽ നമുക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടി 4 ഭാഗമാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത്ത് വേണ്ടത് 51 ടോട്ടൽ ലെങ്ത്ത് വേണ്ടത്. അതിൽ നമ്മൾ യോക്കിന് എടുത്തതിൽ നിന്ന് കുറച്ചാൽ നമുക്ക് 37 കിട്ടും. പിന്നെ 1 ഇഞ്ച് എക്സ്ട്രാ അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. 2 മടക്കാക്കിയിട്ടാണ് ക്ലോത്ത് ഇട്ടത്. എന്നിട്ട് നമ്മൾ യോക്ക് പീസിൻ്റെ വേസ്റ്റിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്താം. ലെങ്ത്ത് 37-ൽ 1 ഇഞ്ചോടെ കൂട്ടി 38.5 അടയാളപ്പെടുത്താം. ഇനി നമുക്ക് സ്കെയിൽ വെച്ച് ഞാൻ വേസ്റ്റിൻ്റെ അവിടെ നിന്നും താഴോട്ട് വരച്ചെടുക്കാം. അങ്ങനെ താഴെ വരെ വരച്ചെടുത്ത് ഇനി താഴെ ഭാഗത്തും അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ എൻഡ് സൈഡിൽ 2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. നമ്മൾ ക്ലോത്ത് 4 മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ വരച്ചു കൊടുക്കാം. ലെങ്ത്ത് നമുക്ക് 12.5 ഇഞ്ചാണ് വേണ്ടത്. അത് അടയാളപ്പെടുത്തി സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. നമ്മൾ പഫ് സ്ലീവാണ് വെക്കുന്നത്. അതോടെ നമ്മൾ 3 ഇഞ്ച് ആദ്യം പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് അടയാളപ്പെടുത്താം താഴെ സൈഡിലും. എന്നിട്ട് നമുക്ക് സാധാ സ്ലീവ് വെക്കും പോലെ തന്നെ കട്ട് ചെയ്യും പോലെ തന്നെ 3.5 ഇഞ്ച് എൻഡിൽ അടയാളപ്പെടുത്താം. എന്നിട്ട് ആ 3 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. താഴേക്കും ഇങ്ങനെ വരച്ചെടുക്കാം. എന്നിട്ട് എൻഡിൽ 1.5 ഇഞ്ച് കയറ്റി വരച്ചെടുക്കാം. ഇനി കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ സെൻറ്റർ ഒന്ന് നോച്ചിട്ട് കൊടുക്കാം. പിന്നെ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് താഴെ മേലെ നമുക്ക് പ്ലീറ്റ് ഇട്ടെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ക്യാൻവാസിലാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് അരികെ മടക്കി അടിച്ചതാണ്. ലെങ്ത്ത് വിഡ്ത്ത് എടുത്തത് 3 ഇഞ്ചും ലെങ്ത്ത് 5.5 ഇഞ്ചുമാണ്. ബാക്ക് 2 ഇഞ്ചും ലെങ്ത്ത് എടുത്തത്. നമുക്കാദ്യം ഫ്രണ്ട് പീസിൽ ഫ്രണ്ട് ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് അടിച്ചിട്ട് മറിച്ചിട്ടിട്ട് പതിച്ചടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നെക്ക് അടിച്ച് മറിച്ചിട്ടിട്ട് നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ടാണ് പതിച്ചടിച്ചത്. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഒരു ഓപ്പൺ കൊടുക്കണം. ബട്ടൺസ് വെച്ചെടുക്കാനുള്ള നമ്മൾ ഇങ്ങനെ 2ആയിട്ട് മടക്കിയെടുക്കാം. സെൻറ്റർ കണക്കാക്കി വെച്ച് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് 2 ക്ലോത്ത് 3 ഇഞ്ചിൻ്റെ 2 ക്ലോത്ത് എടുത്തിട്ട്
ഒരു ഭാഗത്ത് നമുക്ക് നല്ല ഭാഗത്ത് വെച്ചിട്ട് അടിയിലോട്ട് മടക്കി അടിക്കുകയും വേണം. മറ്റേ സൈഡിൽ അടിഭാഗത്ത് വെച്ചിട്ട് മുകൾ ഭാഗത്തേക്ക് മടക്കി അടിക്കുകയാണ് വേണ്ടത്. ഒന്ന് ബട്ടൺ വെക്കാനും ഒന്ന് ബട്ടൺ ഹോൾ വെക്കാനും. അങ്ങനെ നമുക്ക് അടിച്ചെടുത്ത് വരാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതാണ്. ഒന്ന് അടിയിലോട്ട് ആക്കി ഒന്ന് മുകളിലോട്ടും നല്ല ഭാഗത്തേക്കും വെച്ചടിച്ചതാണ്. ഒന്ന് നമുക്ക് ബട്ടൺ വെക്കാനും ഒന്ന് നമുക്ക് ഹോൾ ഇടാനുമാണ്. എന്നിട്ട് താഴെ നമുക്ക് 2 ഇഞ്ചിൽ ജോയിൻ ചെയ്തെടുത്തതാണ്. ഒന്നുമ്മേൽ വെച്ചിട്ട് ബാക്കി ഭാഗം ഓപ്പൺ ആയിട്ടും. അടിഭാഗം എങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. ബാക്ക് നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് അടിച്ചെടുത്തിട്ട് മറിച്ചിട്ടിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനാണുള്ളത്. നമുക്ക് ജോയിൻ ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് ബാക്കിനൊക്കെ അടിച്ചെടുക്കുകയും ചെയ്ത് ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇനി സ്ലീവാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. സ്ലീവ് നമ്മൾ 2 നോച്ചിട്ടെടുത്തെടുത്ത് മുതൽ ഇങ്ങനെ ഫ്രില്ലിട്ടെടുക്കാൻ വേണ്ടി, അതേപോലെ തന്നെ താഴം ഭാഗത്തും നമ്മളിതാ 2 സ്ലീവും ഫ്രില്ലിട്ടെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് പീസ് വെച്ചിട്ട് അടിഭാഗത്ത് നിന്ന് മടക്കിയിട്ട് നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമുക്ക് 2 സ്ലീവും അടിച്ചെടുത്തിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് വരാം. ഇപ്പോൾ അതാണ് നമ്മൾ 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്ത് താഴത്തുള്ള പീസ് വെച്ച് മറിച്ചടിക്കുകയും ചെയ്ത് ഇനി നമുക്ക് ഫ്രണ്ടിലേക്കുള്ള 3 ബട്ടൺസ് വെച്ചെടുക്കണം ഫ്രണ്ടിൽ. പിന്നെ നമുക്ക് താഴെ ഫ്രില്ലിടാനുള്ള ഇതാണിത്. 2 സൈഡിലും മാത്രമാണ് ഫ്രില്ല് കൊടുക്കുന്നത്. സെൻറ്ററിൽ ഫ്രില്ല് വേണ്ട. നിങ്ങളാണ് ഫ്രില്ല് വെച്ച് നമ്മൾ പിന്നെ ആദ്യം ഫ്രില്ല് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബോഡി ബട്ടണിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. അതേപോലെ നമുക്ക് ബാക്ക് പീസും അറ്റാച്ച് ചെയ്തെടുക്കാം. പിന്നെ സൈഡ് ഷേപ്പ് ചെയ്തെടുക്കാനും അതേപോലെ താഴെ ഭാഗം മടക്കി അടിക്കാനുമാണ് ഉണ്ടാവുക. അതോടെ കഴിയുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കഴിയും. ഇപ്പം നമ്മളിതാ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുന്ന 3 ബട്ടൺ വെച്ച് കൈ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്ത് താഴെ ഭാഗം പിന്നെ ഫ്രില്ലോട്ടെടുത്ത് കഴിഞ്ഞ് ഇതാണ് അതിൻ്റെ ബാക്ക് ഭാഗം. താഴെ ഭാഗം ഫോൾഡ് ചെയ്തെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇനി നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോയുമായി ഇനിയും വരാം. ബായ്.